ഈ ഭൂപ്രകൃതിയുമായി ബന്ധപ്പെട്ട വിഷയം കേരളത്തിൽ 41 പുഴകളുണ്ട്. പുഴകൾക്ക് ഈ വയലുകളിൽ കൂടി തന്നെയാണ് വെള്ളം അവിടേക്ക് ഒഴുകുന്നത്. വയലുകൾക്ക് സമീപമൊക്കെ വയൽത്തോടുകളുണ്ട്. ആ വയൽത്തോടുകൾ ഇല്ലാതാക്കിയിട്ടുള്ള നിർമ്മാണം എന്നുള്ളത് വലിയ അപകടം ചെയ്യുന്നതാണ്. അപ്പോൾ ഈ പല സ്ഥലത്തെ നിർമ്മാണം ഇപ്പോൾ കോഴിക്കോട് ഉണ്ടായിരിക്കുന്നത് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നത് ഈ വയലിനടുത്താണല്ലോ. അവിടെ ഈ വയലുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് അവിടെ മണ്ണിടിച്ച് നിരത്തിയിരിക്കുന്നത്, എങ്ങനെയാണ് അവിടേക്ക് മണ്ണിട്ടതെന്നുള്ളത് ശ്രീ ആൻഡ്രൂ പറഞ്ഞല്ലോ. അപ്പോൾ അതൊന്നും ശാസ്ത്രീയമായിട്ടല്ല. ഈ ഉദ്യോഗസ്ഥർ വന്ന ഉടനെ പറയുന്നത് എന്താണ്? മഴ പെയ്തതുകൊണ്ടാണെന്ന്. അപ്പോൾ മഴ ഇനി തുടങ്ങിയിട്ടേ ഉള്ളൂ. മഴ ഇനിയും പെയ്യും. അപ്പോഴെന്താണ് അത് സംഭവിക്കുക എന്നുള്ളത് ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യമാണ്. ആ ഭയപ്പെടുത്തുന്ന കാര്യം എന്ന് പറയുമ്പോൾ ഉദ്യോഗസ്ഥർ തന്നെ ഞങ്ങൾക്ക് താഴെ, അതിന് താഴെ, അതിന് താഴെ എന്ന രൂപത്തിൽ അതിങ്ങനെ ഡിവൈഡ് ചെയ്ത് താഴേക്ക് പോവുകയാണ്. അപ്പോൾ ആത്യന്തികമായ ഉത്തരവാദിത്തം എവിടേക്കാണ് നിൽക്കുന്നതെന്നൊരു ചോദ്യം വരുന്നുണ്ട്. അപ്പോൾ കൃത്യമായ മറുപടിയാണ് വേണ്ടത്. ജനങ്ങളെ സംബന്ധിച്ച് റോഡിലൂടെ സഞ്ചരിക്കേണ്ടതുണ്ട്. എവിടേക്ക് സഞ്ചരിച്ചാലും എവിടെ നിന്നാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴുക എന്നുള്ള ഭയം നിൽക്കുന്നു.